മേരിക്കുട്ടി ദേ ബാവുവിന്റെ ഉടുപ്പാ ഒരു ചെറിയ കീറല്. ഇതൊന്ന് തയ്ച്ചേ, ഇല്ലെങ്കിൽ അലക്കുമ്പോ മുഴുവൻ കീറിപ്പോവും. മേരിക്കുട്ടി, എന്റെ ഷർട്ട് തയ്ക്കണം. നോക്കട്ടെ. അതിനെന്താ, അമ്മച്ചി നാട്ടുകാരൊക്കെ അറിഞ്ഞ നിന്നെ കെട്ടാൻ. എടി മേരിക്കുട്ടി, ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞിട്ട് നീ ഇരുന്ന കനാവ് കാണുവാണ്. എളുപ്പം തയ്ക്കടി. ഇപ്പൊ തരാമച്ചി. ഇല്ല ഇല്ല ഇല്ല, എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ, വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല. എന്റെ പൊന്ന് റപ്പായിച്ചേട്ടാ, ഇതെടുക്കരുത്. വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചേട്ടനെ കാശ് ഞാൻ തരാം. നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാനായോ നായ? എന്താ റപ്പായി? ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ. ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. ആ, എടുത്തോ.
നോക്കിക്കണേ പോയി അറിയാ ശാന്തമ്മേ റെപ്പായുടെ അടി കൂടെ 4-5 പേര് ഇപ്പൊ ഇവിടെ വരും. അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി അവിടെ വെച്ചാൽ മതി. ഡോക്ടർ ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ അത് നമ്മൾ റപ്പായി ചേട്ടനാ. സാധിക്കോ? അവനിട്ടാണ് കിട്ടിയത്. ശ്ശോ, ഇനി അവന് ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കും. ആരായാലും അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ടല്ലോ റപ്പായി. ഒരക്കടി പറ്റിപ്പോയി ഡോക്ടറെ. അവരൊരുപാട് പേരുണ്ടായിരുന്നു. അതുള്ള അയ്യോ ബാലേട്ടന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാറേ നിങ്ങൾ പോയിട്ട് വരെ. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളണം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി. ഇത്രയും നാൾ ഇവനെയൊക്കെ ചികിത്സിച്ചവൻ ഞാനാ. ഇന്നൊരു മുറിവേദം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ട ഡോക്ടറിന് ഈച്ചടിക്കേണ്ടി വരും. ഇവനൊന്ന് ഒതുക്കാൻ എന്താ റപ്പായി ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ.